എനിക്കൊരു ജ്യൂസ് വേണം. ഈ നേരത്ത് സാധാരണ ഞാനൊരു ജ്യൂസ് കുടിക്കാറുള്ളതാ. അതെനിക്കറിയില്ല. നിങ്ങൾക്കൊക്കെ എങ്ങനെ അറിയാനാ? അമ്മയും മോളും ഇപ്പോഴല്ലേ ഇതൊക്കെ കാണാൻ തന്നെ തുടങ്ങിയത്. അതിനു മുൻപ് എവിടെയോ വാട്ടവെള്ളവും കുടിച്ചോണ്ട് നടന്നതല്ലേ? അതെ, മിണ്ടാന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല. അത് പിന്നെ നവീൻ എപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ അതങ്ങ് തുറന്നു പറയും. എന്തായാലും ഈ ആഗ്രഹം ഇന്നു മുതൽ സാധിച്ചു തരാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത്? ഏതായാലും ഒന്ന് ശാന്തി മുഹൂർത്തമൊക്കെ ആയിട്ട് നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങുമല്ലേ. അത് കഴിഞ്ഞാല് കുറച്ച് ദിവസത്തേക്ക് തനിക്ക് ഒരു പരാതി ഉണ്ടാവില്ല. എന്തിനെ പറ്റി? ഞാൻ അടുത്തില്ല എന്നതിനെ പറ്റി. കാരണം ഞാൻ തൻ്റെ അടുത്തുനിന്ന് എങ്ങോട്ടും പോവില്ല. അയ്യോ, അതൊന്നും വേണ്ട. അതെ, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര മാസമായെന്നറിയാമോ? നാഗങ്ങളും ദൈവങ്ങളും ഒക്കെ തട്ടിത്തെറിപ്പിച്ച് ഇത്രയും സമയമായി. അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. അയ്യോ നവീൻ, ഇങ്ങ് തന്നോളൂ, ഞാൻ വെച്ചോളാം. ഭർത്താവ് സാരിയുടെ പ്ലേറ്റ് പിടിച്ചു തരുന്നത് ഭാര്യയുടെ ഒരു ആഗ്രഹവും സന്തോഷമൊക്കെ ആയിരിക്കും. പക്ഷേ ഒരുങ്ങി നിൽക്കുന്ന ഭാര്യയുടെ മുടിയിൽ മുല്ലപ്പൂ വയ്ക്കുന്നത് ഭർത്താവിന്റെ അവകാശം. ഞാൻ വെച്ചുതരാം. വേദനിക്കുന്നുണ്ടോ? ഇല്ല. ഞാനതൊക്കെ നന്നായിട്ട് പഠിച്ചോളാം കേട്ടോ. ഇപ്പൊ ചെറുതായിട്ട് വേദന ഉണ്ടെങ്കിലും അതങ്ങ് സഹിച്ചേക്ക്. എന്ത് ഭംഗിയപ്പോ കാണാൻ. ഈ പെണ്ണുങ്ങൾ മുല്ലപ്പൂ എന്ന് പറഞ്ഞ് ഇടിച്ചു കയറുമ്പോൾ ഇതിന്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ തനിക്കൊന്നൊരു മാറ്റം ഉണ്ടല്ലോ. ഒരു രക്ഷയില്ല. ഇനി എന്നും നമുക്ക് മുല്ലപ്പൂ വെക്കണം. പിന്നെ എന്നെ ഓർമ്മിപ്പിക്കൊന്നും വേണ്ട, ഞാൻ ഓർത്ത് വാങ്ങിച്ചു വന്നോളാം കേട്ടോ. എന്തുപറ്റി കണ്ണു നിറഞ്ഞിരിക്കുന്നത്? പിന്നെ ഇങ്ങനെ സ്നേഹിച്ച കരച്ചിൽ വരാതിരിക്കോ? ഓ, അതാണോ? അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ തനിക്ക് കരയാൻ മാത്രമേ സമയം കാണുള്ളൂ. അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് തന്നെ.
ഞാൻ എത്ര തവണ വിളിച്ചു, ഒന്നും നിങ്ങൾ കേട്ടില്ലേ? എന്തിനാ വിളിച്ചേ? എനിക്കൊരു ജ്യൂസ് വേണം. ഈ നേരത്ത് സാധാരണ ഞാനൊരു ജ്യൂസ് കുടിക്കാറുള്ളതാ. അതെനിക്കറിയില്ല. നിങ്ങൾക്കൊക്കെ എങ്ങനെ അറിയാനാ? അമ്മയും മോളും ഇപ്പോഴല്ലേ ഇതൊക്കെ കാണാൻ തന്നെ തുടങ്ങിയത്. അതിനു മുൻപ് എവിടെയോ വാട്ടവെള്ളവും കുടിച്ചുകൊണ്ട് നടന്നതല്ലേ? ആർക്ക് പകരം എവിടെ കിടന്നാലും എനിക്ക് എന്റെ ശീലങ്ങൾ മാറ്റാൻ പറ്റില്ല. എനിക്ക് ജ്യൂസ് കിട്ടണം. അതിനിങ്ങനെ ബഹളം വെക്കണ്ട. ജ്യൂസ് ഞാൻ കൊണ്ടുവരാം. കുറച്ച് വൃത്തിയോടൊക്കെ എടുക്കണം. എന്നെ കൊണ്ടാവും പോലെ ചെയ്യാൻ പറ്റൂ. എന്ത് ജ്യൂസാ എടുക്കാൻ പോകുന്നേ? അടുക്കളയിൽ എന്താ ഉള്ളതെന്ന് നോക്കട്ടെ, അതെടുക്കാം. ഒരുപാട് വൈകൊന്നും വേണ്ട, പെട്ടെന്ന് കൊണ്ടുവരണം. എന്തൊരു അഹങ്കാരം.